നമസ്കാരം. ഞാനിന്നിവിടെ പ്രയോഗിക്കാൻ പോകുന്നത് അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർക്ക് ഈ കുംഭമാസത്തിലെ ജ്യോതിഷ ഫലങ്ങളാണ് പ്രവചിക്കുന്നത്. സംഗീത സംവിധായകൻ, സംഗീതജ്ഞൻ ഇവർക്കും നർത്തകൻ, നർത്തകി എന്നിവർക്കും വളരെ സാമ്പത്തിക ഗുണങ്ങളും മറ്റു മെച്ചങ്ങളും പ്രതീക്ഷിക്കാവുന്ന ഒരു മാസമാണിത്. അതായത് വ്യവസായം നല്ല രീതിയിൽ നടത്തുന്നവർക്ക്, അവർക്ക് പാരമ്പര്യമായിട്ടോ അല്ലാതെയോ, അതായത് കൃഷിത്തോട്ടങ്ങളും മറ്റുള്ള ഫാക്ടറികൾ, കമ്പനികൾ എന്നിവ നടത്തുന്നവർക്ക് ഒരു അനുകൂലമായ ഒരു സമയമാണ് ഈ കുംഭമാസം. സംഗീത ഉപകരണങ്ങളുടെ നിർമ്മാതാക്കൾക്കും അത് വിതരണം നടത്തുന്നവർക്കും വളരെ ഗുണകരമായിട്ടുള്ളൊരു സമയം കൂടിയാണ്. അതുപോലെ തന്നെ രത്നക്കല്ലുകൾ ഖനനം ചെയ്യുന്നവർക്ക്, രത്നകല്ലുകൾ ഖനനം ചെയ്യുന്നവർക്ക്, അത് വ്യാപാരം ചെയ്യുന്നവർക്ക് ധാരാളം ഗുണങ്ങൾ പ്രതീക്ഷിക്കാം. സാമ്പത്തിക കൺസൾട്ടൻ്റായി ജോലി ചെയ്യുന്നവർക്കും ഏറെ ഗുണങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. പൊതുപ്രവർത്തകർക്കും ഏറെ ഗുണങ്ങൾ പ്രതീക്ഷിക്കാം. പൂന്തോട്ട നിർമ്മാണ ജോലികൾ ചെയ്യുന്നവർക്ക്, അതായത് പൂന്തോട്ടം ഒരു വീട്ടിൽ അല്ലെങ്കിൽ എവിടെ ഓഫീസിൽ എവിടെയെങ്കിലും ഒക്കെ നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടി നിങ്ങളൊരു നേഴ്സറി നടത്തിയിട്ട് അവിടെ നിന്ന് നിങ്ങൾ കൊണ്ടുപോയി അത് കരാറെടുത്തോ അല്ലാതെയോ ആ ഒരു മുറ്റത്തൊരു പൂന്തോട്ടം നിർമ്മിക്കുക എന്ന ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ ഗുണങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ധാരാളം വർക്കുകൾ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ ഫ്ലാറ്റോ അപ്പാർട്ട്മെൻറ്റോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ സമയമാണ്. ശ്രമിച്ചാൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. അതുപോലെ തന്നെ റെഡിമെയ്ഡ്, അതാണ് ഈ റെഡിമെയ്ഡ് വീടെന്നുള്ളത് ഫ്ലാറ്റും അപ്പാർട്ട്മെൻറ്റാണ്. വസ്തു, നിലം എന്നിവ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് സമയം നല്ലതല്ല. വസ്തു മാത്രമോ നിലം മാത്രമോ വാങ്ങാൻ പോകുന്നവർക്ക് സമയം നല്ലതല്ല. ധനവും ധാന്യവും സമൃദ്ധി നല്ല രീതിയിൽ ഉണ്ടാകുന്നൊരു സമയമാണ്. വിലയേറിയ വസ്തുക്കൾ സമ്മാനങ്ങളായി ലഭിക്കേണ്ട സാധ്യതയുണ്ട്. ചില അവിട്ടം നക്ഷത്രക്കാർക്ക് ആദരിക്കൽ ചടങ്ങിന് നിങ്ങളെ ജനങ്ങളോ ഗവൺമെൻറ്റോ നിങ്ങളെ ക്ഷണിക്കാം. അങ്ങനെ നിങ്ങൾക്കൊരു ബഹുമാനം കിട്ടേണ്ട ഒരു അവസ്ഥയും ഉണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് മോശഫലങ്ങളെ കുറിച്ചാണ്. പുണ്ണ്, രക്തം സംബന്ധമായ രോഗം, അതായത് ദേഹത്ത് പുണ്ണുകൾ വരാം, രക്തസംബന്ധമായ രോഗങ്ങൾ വരാം, അങ്ങനെ മനോവിഷമങ്ങൾ ഉണ്ടാവേണ്ട ഒരു സാധ്യതയുണ്ട്. അത് നിങ്ങൾ വൈദ്യസഹായം തേടുക. സൂക്ഷിച്ചില്ലെങ്കിൽ ധനനാശം വരേണ്ട സാധ്യതകൾ കാണുന്നു. ദേഹത്തിന് ശക്തിക്കുറവ്, അതായത് ബലക്കുറവ് വരാം. വിഷജന്തുക്കളുടെ ഉപദ്രവങ്ങൾ വന്നേക്കാം. ബന്ധുക്കൾ വൈരാഗ്യത്തോടെ നിങ്ങളോട് പെരുമാറാം. വിദേശ യാത്രകൾ ചെയ്യേണ്ടതായി വരാം. സകല കർമ്മങ്ങൾക്കും വിഘ്നം വരേണ്ട ഒരവസ്ഥ വരാം. മാനക്ഷയം വരാം, സൂക്ഷിക്കുക. ശത്രുക്കളെ കൊണ്ട് ഉപദ്രവം നിങ്ങൾക്ക് വരേണ്ട സാധ്യതയുണ്ട്, ശ്രദ്ധിക്കുക. വസ്തു, നിലം മാത്രമായി വാങ്ങാൻ ഒരു നല്ല സമയമല്ല, ഞാൻ നേരത്തെ അത് പറഞ്ഞതാണ്. അതേസമയം ഫ്ലാറ്റോ അപ്പാർട്ട്മെൻറ്റോ ഒക്കെ വാങ്ങുന്നതിന് പ്രോബ്ലമില്ല. പരാജയം വന്നേക്കാം. അതിനാൽ വാതുവയ്പ്, അതായത് ഇപ്പോൾ പന്തയം വെച്ചോ അല്ലെങ്കിൽ ഇപ്പം ഗാംബ്ലിങ്, അതായത് ചീട്ടുകളി, മുച്ചീട്ടുകളി, പന്തയം വയ്പ്, പണയം വെച്ചുള്ള ഗെയിം കളി, അതുപോലെ മൊബൈലിലുള്ള ചീട്ടുകളി, ഇതെല്ലാം ചൂതാട്ടത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അതിൽ നിന്നെല്ലാം ഒഴിവാക്കുക. അല്ലെങ്കിൽ കനത്ത സാമ്പത്തിക നഷ്ടം വരാനുള്ള സാധ്യത കാണുന്നു. ഇവിടെ ഞാൻ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. 100% കൃത്യതയോടുള്ള ഫലങ്ങൾക്ക് ജാതക പരിശോധന ആവശ്യമായി വരുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭദ്രകാളി ദേവിയെയും ശ്രീ മഹാഗണേശ്വരനെയും ശരണം പ്രാപിച്ച് അവർക്ക് വേണ്ടുന്ന പൂജകൾ നിങ്ങൾ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ കഷ്ടങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ്. ഈ കുംഭമാസത്തിൽ നിങ്ങൾക്ക് സകലവിധ ഐശ്വര്യങ്ങളും എല്ലാം ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കുള്ള ജാതകപരമായതോ ജ്യോതിഷപരമായതോ പൂജാപരമായതോ വാസ്തുപരമായതോ നിങ്ങൾക്കിനി അതല്ല, നിങ്ങൾക്ക് രത്നം ധരിക്കുന്നതിനോ രുദ്രാക്ഷം ധരിക്കുന്നതിനുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് മാറുന്നതിന് എൻ്റെ ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ്. നന്ദി, നമസ്കാരം.